കാണിച്ചു തരും. ഫസ്റ്റ് ഹോമിൽ ഡാഷ്ബോർഡ് കാര്യങ്ങളാണ് കാണിച്ചു തരുന്നത്. നെക്സ്റ്റ് നമുക്ക് ഇൻവെൻട്രീസ് മാനേജ് ചെയ്യുന്നതാണ്. ഐറ്റംസ്, ഓർഡേഴ്സ് കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഓൺലൈൻ സ്റ്റോർ സെറ്റപ്പ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും മെനൂസോ ബാക്കിയുള്ള കാര്യങ്ങൾ, ഫീൽഡുകൾ, ബാനേഴ്സ് കാര്യങ്ങൾ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസാണ് സ്റ്റെപ്പ് 3 വരുന്നത്. സ്റ്റെപ്പ് 4 നമ്മുടെ മാർക്കറ്റിംഗ് ആണ്. നമുക്കിതിൽ എന്ത് ചെയ്യാൻ പറ്റും, കൂപ്പൺസ് അതേപോലെ ബ്ലോഗ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ സെറ്റിങ്സ് ആണ്. സെറ്റിങ്സിൽ നമുക്ക് പല ഫീച്ചേഴ്സുകൾ കാര്യങ്ങളുണ്ടാവും. നമുക്ക് ഇൻ്റഗ്രേഷൻസ്, കോൺഫിഗറേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഓപ്ഷൻസുകളുണ്ട്. ഒന്നാമത് നമ്മുടെ കോൺടാക്ട് സപ്പോർട്ടാണ്. ഓക്കെ, അങ്ങനെ ഗെറ്റ് സ്റ്റാർട്ടിങ്ങിലുണ്ട്. ഫസ്റ്റ് നമുക്ക് തീം സെലക്ട് ചെയ്തു. ഇനി നമുക്ക് ഡൊമൈനാണ് സെലക്ട് ചെയ്യേണ്ടത്. ആഡ് ഡൊമൈനിൽ നമുക്ക് ഓൾറെഡി നമ്മുടെ ഒരു ഡൊമൈൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, നമ്മുടെ എക്സിസ്റ്റിംഗ് ഡൊമൈൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ സോഹോ കൊമേഴ്സ് എന്ന ഫ്രീ ഡൊമൈൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ട്രയൽ പീരീഡിൽ. അപ്പോൾ നിങ്ങൾക്ക് അത് സബ് ഡൊമൈൻ ആയിരിക്കും. അതായത് നമ്മുടെ ഡൊമൈനിൻ്റെ പേര് .zohocommerce.com എന്നായിരിക്കും. മറ്റേതാണെങ്കിൽ നമ്മുടെ ബിസിനസ്സിൻ്റെ നേരെ റെയ്ദ് ഫുഡ് ട്രേഡിംഗ് ആണെങ്കിൽ reidfoodtrading.com ആയിരിക്കും ഇത്. ഞാൻ ജസ്റ്റ് ഒരു ഫ്രീ ഡൊമൈൻ ആണ് എടുക്കുന്നത്. ഓക്കെ, ഇവിടെ ഈ ഡൊമൈൻ അവൈലബിൾ ആണ്. നേരെ ആഡ് ഡൊമൈൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ഡൊമൈനായിട്ട് നമുക്ക് ഇൻസ്റ്റാൾഡ് ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ട്രയൽ കഴിഞ്ഞിട്ട് നമ്മുടെ മെയിൻ ഡൊമൈനിലോട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത് ചേഞ്ച് ചെയ്യാവുന്ന ഓപ്ഷൻസും ഉണ്ട്.